പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ശരി, ആ കുഴിയെങ്കിലും നടക്കായി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ആ കുഴികളിൽ വീഴാറ്. മഴ പെയ്താൽ കുഴി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. എന്റെ പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചിരിക്കും? കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പറഞ്ഞ പ്രധാന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വർഷം ഇപ്പൊ ഉണ്ടായതിന്റെ എന്ന് വെച്ചാൽ ഈ വർഷമാണ് സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പോയി ചത്തുടടാ. അപ്പൊ വർക്ക് ഇത്രയും ഞാൻ ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ സിറ്റിക്ക് അത് ഇത്രയും ഒരുമിച്ച് ഒരു വർക്ക് നടന്നൊരു കാലഘട്ടം എന്തിനാണെന്നറിയാവോ? ഭാവിയിൽ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഈ റോഡിന്റെ നിർമ്മാണം അതുപോലുള്ള കാര്യങ്ങൾ ഒരു ഡേറ്റ് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡേറ്റ് നമ്മൾ നിശ്ചയിക്കുന്നു. ആ സമയത്ത് ഒരു പ്രതികൂല കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറിപ്പോവില്ല. ഒരു കാര്യം ഒന്ന്, തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ജനങ്ങൾക്കത് മനസ്സിലായി. താൽക്കാലികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് മനസ്സിലായി അവർ സഹകരിക്കുന്നുണ്ട്. അതിന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് എത്രത്തോളം ഫലവത്താവുന്നു എന്നുള്ളത്. കാരണം ചാല മാർക്കറ്റിലായാലും അട്ടക്കുളങ്ങര ആ ഭാഗത്തൊക്കെ ഈ സ്മാർട്ട് റോഡിന്റെ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും വെള്ളം പോകാതെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെയെന്ന് കണ്ടറിയണം. മഴ ഞാൻ പറയില്ലേ ഇവിടെ പറഞ്ഞതാ, വളരെ അപ്രതീക്ഷിതമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തീർക്കും. കേട്ടോ, ജൂണിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും മഴ പെയ്താൽ നടക്കുമോ? ശരി, ആ കുഴിയെങ്കിലും നടക്കായി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ആ കുഴികളിൽ വീഴാറ്. മഴ പെയ്താൽ കുഴി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. കുഴി ഉള്ള ഞാൻ ചോദിക്കട്ടെ, മഴ പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ കുഴി ഉണ്ടാക്കുന്നത്. കുഴി വേണ്ടി വരും. അപ്പൊ അപ്പുറത്തേക്ക് മഴ പെയ്യുന്നു. അപ്പൊ മഴയ്ക്ക് കുഴിക്കകത്ത് മഴവെള്ളം വരും. ഇതൊക്കെ എന്ത്